നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. കാൽമുട്ട് തേയ്മാനത്തിൻ്റെ നൂതന ചികിത്സാ രീതികളെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമ്മളോടൊപ്പം ഈ വിഷയത്തിൽ ചർച്ച ചെയ്യാൻ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ഓർത്തോപീഡിക്സ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ ആർ സുധീറാണ്. ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഡോക്ടർ, എന്താണ് കാൽമുട്ട് തേയ്മാനം? അതുപോലെ ഈ രോഗം എങ്ങനെയാണ്, പലതരത്തിലുണ്ടോ? കാൽമുട്ട് തേയ്മാനം എന്ന് പറഞ്ഞാൽ ഒരു സന്ധികളെ ബാധിക്കുന്ന ഒരു രോഗാവസ്ഥയാണ്. ഇപ്പം നമ്മുടെ സന്ധികളിൽ ഈ പറഞ്ഞ തരുണാസ്ഥി എന്ന് പറഞ്ഞ സാധനമുണ്ട്, ഒരു സോഫ്റ്റ് ആയിട്ടുള്ള പാർട്ട്, നമ്മൾ ജോയിൻ്റൊക്കെ വർക്ക് ചെയ്യണം, അങ്ങനെയാണ്. അപ്പോൾ അത് നഷ്ടപ്പെടുമ്പോൾ പല രീതിയിലെ ബുദ്ധിമുട്ടുകളും തേയ്മാനത്തിൻ്റെ കൊണ്ടുണ്ടാവുന്ന നീര്, നടക്കാൻ പറ്റാത്തൊരവസ്ഥ, അതൊക്കെയാണ് നമ്മുടെ ഈ തേയ്മാനത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ രോഗാവസ്ഥയുടെ ലക്ഷണം. അപ്പോൾ തേയ്മാനം തന്നെ പലതരം ഉണ്ട്. തേയ്മാനം, പ്രാഥമികമായ തേയ്മാനം, അതായത് പ്രൈമറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയും. അത് സന്ധികൾക്ക് ഈ സാധാരണ കാണുന്ന നമ്മൾ തേയ്മാനം, പ്രായം ചെന്നവർക്ക് കാണുന്ന തേയ്മാനത്തിനെ നമ്മൾ ഈ പ്രൈമറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പറയുന്നത്. അപ്പോൾ ഈ സെക്കൻഡറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞ വേറെ കണ്ടീഷനുണ്ട്. അതായത് പല വേറെ കാരണങ്ങൾ കൊണ്ടും തേയ്മാനം വരാം. അത് വേറെ അസുഖങ്ങൾ, അതായത് വാദം, ട്യൂമർ വന്നാൽ വരാം, ചില ഇൻഫെക്ഷൻ കൊണ്ട് വരാം, ചില ആക്സിഡൻ്റ് കൊണ്ട് ചില അസ്ഥികളൊക്കെ നശിച്ചു പോകുമ്പോൾ അങ്ങനെയും തേയ്മാനം ഉണ്ടാകും. അപ്പോൾ അങ്ങനെയാണ് ഈ സെക്കൻഡറി. അങ്ങനെ രണ്ട് തരത്തിലാണ് ഈ തേയ്മാനങ്ങളുള്ളത്. തേയ്മാനത്തിൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞ മാതിരി എല്ലാവർക്കും വരാനുള്ള ഒരു സാധ്യതയുള്ള ഒരു അവസ്ഥയാണ്. പക്ഷേ അത് രോഗമാവണത് അതുകൊണ്ടുണ്ടാവുന്ന നീര്, നടക്കാൻ പറ്റാതാവുക, വേദന, എണീക്കാൻ പറ്റാതാവുക, നടന്നു പോകാൻ പറ്റാതാവുക, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അതൊരു രോഗാവസ്ഥയായിട്ട് മാറുന്നത്. ഡോക്ടർ, അതുപോലെ തന്നെ മുട്ട് തേയ്മാനത്തിൻ്റെ ലക്ഷണങ്ങൾ അത് എന്തൊക്കെയാണ്? തേയ്മാനം, നമ്മളിപ്പോൾ സാധാരണ എല്ലാവർക്കും മുട്ടുവേദന വരുമ്പോൾ ആൾക്കാരെല്ലാം തേയ്മാനം എന്നാണ് പറയുന്നത്. പക്ഷേ മുട്ട് തേയ്മാനത്തിൻ്റെ പ്രത്യേക ലക്ഷണങ്ങൾ കുറച്ചുണ്ട്. അത് പ്രാഥമിക ഇതിൽ തന്നെ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ചികിത്സിക്കാൻ എളുപ്പമാണ്. ഏറ്റവും ആദ്യം കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ രാവിലെ ഇപ്പോൾ ബെഡിൽ നിന്ന് എണീക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കസയിൽ കുറച്ച് നേരം ഇരുന്നിട്ട് എണീക്കുമ്പോൾ നമുക്ക് കുറച്ച് നേരത്തേക്ക് മുട്ട് നിവർത്താനോ മടക്കാനോ പറ്റാതെ വരിക, അല്ലെങ്കിൽ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ മുട്ടിനകത്തൊരു കൊളുത്തിപ്പിടുത്തം പോലെ അങ്ങനെയൊക്കെ വരിക. അപ്പോൾ അതൊക്കെ വരുമ്പോൾ നമുക്ക് ഈ തേയ്മാനത്തിൻ്റെ ലക്ഷണത്തിൻ്റെ ആരംഭമാണ്. പിന്നെ അത് കുറച്ച് പ്രോഗ്രസ് ചെയ്ത് തുടങ്ങുമ്പോൾ, അതായത് കൂടിക്കൂടി വരും, നീരുകൾ വരാൻ തുടങ്ങും, നീര് വന്നു തുടങ്ങും, പിന്നെ വേദന കൂടുതലായിട്ട് വരും, നടക്കാൻ പറ്റാത്തൊരവസ്ഥ വരും, കാല് വളഞ്ഞു പോവും, വേറെ ഒരാളുടെ സഹായത്തോടെ അല്ലെങ്കിൽ ഒരു വാക്കർ വെച്ച് നടക്കേണ്ട ഒരവസ്ഥ വരും. ഇതാണ് തേയ്മാനത്തിൻ്റെ ഒരു സ്പെക്ട്രം. അതായത് ഏറ്റവും കുറഞ്ഞത് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തല്ല വേദന, അത് കഴിഞ്ഞ് അത് കൂടിക്കൂടി സ്റ്റിഫ്നെസ്സും വളവും നടക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ ഇതാണ് തേയ്മാനത്തിൻ്റെ ഒരു സ്പെക്ട്രം എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ ലക്ഷണങ്ങൾ. ഇതല്ലാതെ ഈ വാദം കൊണ്ടും അല്ലാതെയും വരുന്ന വേദനകളുണ്ട്. പക്ഷേ അതൊക്കെ ഈ പറഞ്ഞ മാതിരി കൂടും കുറയും ചെയ്യണ ഒരു ഇതാണ്. ഇതെന്ന് പറഞ്ഞാൽ പ്രോഗ്രസീവാണ്. ഇതാണ് തേയ്മാനത്തിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. കൂടി വരും, അത് പ്രോഗ്രസീവായിട്ട് വരും. നമ്മൾ എന്തെങ്കിലും ഒരു ചികിത്സ എടുക്കണ വരെ അത് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കും. വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ, ഈ ഒരു അവസ്ഥ ഏത് തരം പ്രായക്കാരിലാണ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത്? അതിന് കാരണം എന്താണ്? ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ പ്രാഥമിക, അതായത് പ്രൈമറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, അത് ഉണ്ടാവുന്നത് സാധാരണ നമ്മൾ പറയുന്ന പോലെ പ്രായം ചെന്നവർക്കാണ്. ഒരു 50 വയസ്സ് കഴിഞ്ഞതും 60 വയസ്സ് കഴിഞ്ഞവർക്കാണ് സാധാരണ കാണുക. ആർത്തവം നിന്ന സ്ത്രീകൾക്ക്, അല്ലെങ്കിൽ വേറെ പല കാരണം കൊണ്ട് യൂട്രസ് എടുത്ത് മാറ്റിയതും, അല്ലെങ്കിൽ ഈ പറഞ്ഞ ചില മരുന്നുകൾ കഴിക്കുന്ന, ക്യാൻസർ ഡ്രഗ്സ് കഴിക്കുന്നവർ, അങ്ങനെയുള്ളവർക്കും ഈ പറഞ്ഞ മാതിരി മുട്ട് തേയ്മാനം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ സാധാരണ കാണുന്ന കുറച്ചുകൂടി പ്രായം ചെന്നവർക്കാണ് കാണുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ജീവിതശൈലിയുടെ വ്യത്യാസങ്ങൾ കൊണ്ട് ഇപ്പോൾ പ്രായം കുറഞ്ഞവർക്കും ഈ തേയ്മാനങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്, ഈ ലക്ഷണങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. കാരണം നമ്മുടെ അമിതമായ ഭാരവും നമ്മൾ എക്സസൈസ് ചെയ്യാതെ വരുമ്പോൾ നമ്മുടെ അസ്ഥികൾക്ക് ബലക്ഷയം ഉണ്ടാവുന്നതും, വൈറ്റമിൻ ഡി ഒക്കെ കുറവും, സൂര്യപ്രകാശം നമുക്ക് കിട്ടാതെ വരുന്നതുകൊണ്ട് അസ്ഥികളുടെയൊക്കെ ബലക്ഷയം വരുന്നത്, ഇതൊക്കെ കൊണ്ട് ഇപ്പോൾ പ്രായം കുറഞ്ഞവർക്കും ഇപ്പോൾ തേയ്മാനത്തിൻ്റെ ലക്ഷണങ്ങളും തേയ്മാനമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ സാധാരണ കാണുന്നത് ഒരു 50-60 വയസ്സ് കഴിഞ്ഞ് പുരുഷന്മാരും സ്ത്രീകൾക്കുമാണ് ഇത് കാണാറുള്ളത്. സാധനം വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ, ഈ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതെന്താണ്? നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് സന്ധികളെ ബാധിക്കുന്ന ഒരു അസുഖമായതുകൊണ്ട് ഇപ്പോഴും സന്ധികളുടെ പ്രവർത്തനമാണ് ഇതിനെ കൂടുതലായിട്ട് കൂട്ടുക കുറയ്ക്കുക അതൊക്കെ തീരുമാനിക്കുന്നത്. അങ്ങനെയാണ്. ഇപ്പോൾ നമുക്ക് ഒരു തേയ്മാനം ഡയഗ്നോസ് ചെയ്ത ഒരാളാണെങ്കിൽ, അത് കണ്ടുപിടിച്ച ഒരാളാണെങ്കിൽ, ഈ പ്രത്യേകിച്ച് മുട്ടിൻ്റെ തേയ്മാനം ഇപ്പോൾ നമ്മൾ പറയണത്. അപ്പോൾ അതിൽ നമ്മൾ ആ ആക്ടിവിറ്റീസ് എല്ലാം കുറയ്ക്കണം, വേദന ഉണ്ടാക്കുന്ന ആക്ടിവിറ്റീസ് എല്ലാം കുറയ്ക്കണം. അതായത് പ്രത്യേകിച്ച് ഈ മുട്ട് മടക്കി താഴെ ഇരിക്കണം, ഇന്ത്യൻ ക്ലോസറ്റ് ഉപയോഗിക്കണം, യൂറോപ്യൻ ക്ലോസറ്റ് ഉപയോഗിക്കണം, സ്റ്റെപ്പുകൾ പരമാവധി ഒഴിവാക്കാൻ നോക്കണം, തേരി, അതായത് സ്റ്റീപ്പ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കയറാതെ നോക്കണം. അതുപോലെ ഈ പറഞ്ഞ ചില വണ്ടികളിൽ കുറേ ദൂരെ യാത്ര ചെയ്യുമ്പോൾ കാല് മടക്കിയിരുന്ന് യാത്ര ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കേണ്ടി വരും. പിന്നെ ഇത് കൂടാതെ തന്നെ അസ്ഥികൾക്ക് ബലക്ഷയം ഉണ്ടാക്കുന്ന കണ്ടീഷൻസ് എത്രയും നേരത്തെ ഡയഗ്നോസ് ചെയ്ത്
അതിൻ്റെ ചികിത്സകൾ എടുക്കണം. പ്രത്യേകിച്ച് ഈ പറഞ്ഞ മാതിരി ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയും, അതായത് അസ്ഥികളുടെ സാന്ദ്രത കുറയുന്ന അസുഖം. അതിനെ നേരത്തെ കണ്ടുപിടിച്ച് അതിൻ്റെ ചികിത്സ എടുത്താൽ ഈ തേയ്മാനത്തിലോട്ട് അത് പോവില്ല. അപ്പോൾ അതുപോലെ അമിതഭാരം, ഞാൻ ആദ്യം പറഞ്ഞ പോലെ അമിതഭാരം കുറയ്ക്കുകയാണെങ്കിൽ തന്നെ വലിയൊരു വ്യത്യാസം ഉണ്ടാകും. കാരണം മുട്ടാണ് ഏറ്റവും കൂടുതൽ ഭാരം എടുക്കുന്ന ഒരു ജോയിൻറ്റ്, വേറെ സപ്പോർട്ടൊന്നും ഇല്ലാതെ എടുക്കണം. അതിൻ്റെതായ ലിഗമെൻസും ഈ തരുണാസ്ഥിയും അസ്ഥിയൊക്കെ വെച്ചിട്ടാണ് മുട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിന് സ്ട്രെയിൻ വരുന്ന കാര്യങ്ങളെല്ലാം ഒഴിവാക്കാൻ പറ്റുകയാണെങ്കിൽ ഈ തേയ്മാനത്തിന് നമുക്ക് പ്രോഗ്രഷൻ കുറയ്ക്കാൻ പറ്റും. പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റില്ല, പക്ഷേ അതിൻ്റെ പ്രോഗ്രഷൻ, അതായത് അത് കൂടി വരാതിരിക്കാനും അതൊരു രോഗാവസ്ഥയിലോട്ട് പോവാതിരിക്കാനും വേറെ ഓപ്പറേഷനുകളും അങ്ങനെയില്ലൊക്കെ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ആദ്യമേ കണ്ടുപിടിക്കുക, പിന്നെ ഈ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ കുറേ കാര്യങ്ങൾ ഒഴിവാക്കുക, സ്വന്തമായിട്ട് കുറച്ച് ജീവിതശൈലി കുറച്ച് മാറ്റി കുറച്ച് വ്യായാമവും വെയിറ്റ് കുറയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. വ്യക്തമാണ് ഡോക്ടർ. നമുക്ക് കാൽമുട്ടിനുണ്ടാവുന്ന മറ്റ് അസുഖങ്ങളുണ്ട്, മറ്റ് രോഗങ്ങളുണ്ട്. ആ രോഗാവസ്ഥയിൽ നിന്നും നമ്മൾ ഈ തേയ്മാനത്തെ എങ്ങനെയാണ് വേറെ തിരിച്ചറിയാൻ കഴിയുന്നത്? ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ തേയ്മാനം എല്ലാവരും വിചാരിക്കുന്ന മുട്ട് തേയ്മാനം ആണ്, മുട്ടിൽ വരുന്ന വേദന എല്ലാം മുട്ട് തേയ്മാനമാണെന്ന് വിചാരിക്കും. അങ്ങനെയല്ല. പല സമയത്തും തേയ്മാനം ഒരു പലതിൻ്റെയും ഒരു എൻഡ് റിസൾട്ടാണ്. അതായത് ചിലവർക്ക് വാദം വരും. വാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആമവാദം പോലെയുള്ള റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഒക്കെ വരുമ്പോൾ അതിൽ നീര് വരും, ഇൻഫ്ലമേഷനാണ് കൂടുതലുണ്ടാവുക. ഇത് നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റുന്ന ചികിത്സിക്കുകയാണെങ്കിൽ അവർ തേയ്മാനത്തിലോട്ട് പോവില്ല. പക്ഷേ അത് പ്രോപ്പറായിട്ടുള്ള ചികിത്സ എടുക്കാണ്ട് വേറെ നാടൻ ചികിത്സകളും അങ്ങനെയൊക്കെ ചെയ്തവർ പലരും തേയ്മാനമായിട്ടാണ് പിന്നെ നമ്മുടെ അടുത്ത് വരാറുള്ളത്. ഇതുപോലെ ചില ട്യൂമറുകൾ, അതൊക്കെ നേരത്തെ വേദന കാണുമ്പോൾ തന്നെ ഒരു ഡോക്ടറിനോട് പോയി എക്സ്റേ എടുത്ത് അത് തീരുമാനം ശരിക്കും ഏതാണ് രോഗം എന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ ആ ട്യൂമറിനെ മാറ്റുകയാണെങ്കിൽ തേയ്മാനം വരാതിരിക്കും. അതുപോലെ തന്നെ ഇൻഫെക്ഷൻ, പിന്നെ ആക്സിഡൻറ്റ് വന്ന ഉടനെ അതിൻ്റെതായ പ്രോപ്പർ ചികിത്സ, ഇങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ തേയ്മാനം വരാതിരിക്കാം, വേറെ മുട്ടുവേദനയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാതിരിക്കാനും ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ കൊച്ചുകുട്ടികൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന ടീനേജ് പെൺകുട്ടികളിൽ പല സമയത്തും മുട്ടിൽ സൗണ്ട് കേൾക്കും. അപ്പോൾ ചിലവർക്ക് ചെറിയ വേദനയുണ്ടാവും. അത് തേയ്മാനം അല്ല, പക്ഷേ ആ ഒരു അവസ്ഥ തേയ്മാനത്തിലോട്ട് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അതായത് ചിരട്ടയുടെ ചെറിയ പൊസിഷൻ മാൽ ട്രാക്കിംഗ് എന്ന് പറയും, ചിരട്ടയുടെ പൊസിഷൻ വ്യത്യാസം വരുന്നത്. അതൊക്കെ നേരത്തെ കണ്ടുപിടിച്ച് അതിൻ്റെതായ ചികിത്സകളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ മുട്ടുവേദന തേയ്മാനമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റില്ല. അതല്ല, ഈ പറഞ്ഞ അസുഖങ്ങളൊന്നും നമ്മൾ നേരത്തെ കണ്ടുപിടിക്കാതെ മുട്ടുവേദന എല്ലാം തേയ്മാനം രീതിയിൽ ഇതൊരു സാധാരണ കാര്യമാണെന്ന് വിചാരിച്ച് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇത് തേയ്മാനത്തിലോട്ട് ശരിക്കും തേയ്മാനത്തിലോട്ട് എത്തും. തേയ്മാനം എത്തിക്കഴിഞ്ഞാൽ പിന്നെ വലിയ പാടാണ്. നമുക്കൊരു എൻഡ് സ്റ്റേജ് തേയ്മാനത്തിന് പിന്നെ ഓപ്പറേഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ തേയ്മാനം അല്ലാന്നുള്ള ഒരു ഉറപ്പ് വരുത്താൻ ആദ്യം ഓരോ സിംറ്റംസ് നമുക്കത് മനസ്സിലാക്കണം. ഏതെങ്കിലും ഒരു ഇതിനെ കൺസേൺ ചെയ്യിക്കുന്ന ഒരു ഡോക്ടറെ കാണിക്കണം, അതിൻ്റെതായ ടെസ്റ്റുകൾ ചെയ്യണം. എന്നിട്ട് വേണം ഈ പറഞ്ഞ ഇതിനെ. അപ്പോൾ ഏത് മുട്ടുവേദന വന്നാലും കുറച്ച് നാൾ കൂടുതൽ നിൽക്കണം മുട്ടുവേദന ഒന്നും നമ്മൾ എടുത്തു വെക്കരുത്. അത് ഏതെങ്കിലും ഒരു നല്ല ഡോക്ടറെ കാണിച്ച്, ഒരു ഓർത്തോപെഡീഷ്യനെ കാണിച്ച് അതിൻ്റെ എക്സ്റേയും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൻ്റെ യഥാർത്ഥ ചികിത്സയിലോട്ട് കിടക്കണം. വ്യക്തമാണ് ഡോക്ടർ. മുട്ടുവേദന വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണ്? അതുപോലെ തന്നെ തേയ്മാനം പോലെ മുട്ടുവേദനയ്ക്കുള്ള മറ്റ് കാരണങ്ങൾ അതെന്താണ്? ഞാനത് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ല, കൂടുതലായിട്ട് കാണുന്നത് നമുക്ക് മുട്ടുവേദന ഉണ്ടാവണം, തേയ്മാനം കൊണ്ടാണ് മുട്ടുവേദന കൂടുതൽ വരുന്നത്, അതില്ല എന്നല്ല. പക്ഷേ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഞാൻ പറഞ്ഞില്ല, വാദം, അതിൻ്റേതായ ചികിത്സ റുമറ്റോളജിയിൽ നിന്ന് എടുക്കണം. പിന്നെ ഈ പറഞ്ഞ ഓസ്റ്റിയോപോറോസിസ് ഉള്ള സ്ത്രീകൾ, അതായത് അസ്ഥികളുടെ ബലക്ഷയമൊക്കെ കുറയണം, അതൊരു എൻഡോക്രൈനോളജി ഡോക്ടറെ കാണിച്ച് അതിൻ്റേതായ ബലക്കുറവിൻ്റെ ചികിത്സ എടുത്ത് മര്യാദയ്ക്ക് കൂട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ഈ നമുക്ക് ഈ തേയ്മാനം ഒരു ലിമിറ്റ് വരെ വരാണ്ട് നോക്കാൻ പറ്റും. അപ്പോൾ ബാക്കി നമ്മുടെ ജീവിതശൈലി ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് വെയിറ്റ് കുറയ്ക്കുക, സ്റ്റെപ്പുകൾ കൂടുതൽ കയറാണ്ട് നോക്കുക, മുട്ട് മടക്കി താഴെ ഇരിക്കാതെ നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ തേയ്മാനം വരാണ്ട് നോക്കാൻ പറ്റും. ഇതാണ് മറ്റേ രോഗങ്ങളും കൊണ്ട് ഉണ്ടാവുന്ന തേയ്മാനങ്ങൾ നമുക്ക് അതുപോലെ ഒഴിവാക്കാൻ പറ്റും. ഡോക്ടർ, അതുപോലെ തന്നെ നമുക്കിതിനുള്ള ചികിത്സാ രീതി അതെന്തൊക്കെയാണ്? തേയ്മാനം നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആദ്യം തേയ്മാനത്തിനെ ഇപ്പോൾ ഒരു ഡോക്ടറെ കാണിക്കുമ്പോൾ നമ്മൾ എക്സ്റേ എടുക്കുമ്പോൾ തേയ്മാനത്തിന് നമ്മൾ കാറ്റഗറൈസ് ചെയ്യും. സിംറ്റംസ് മാത്രമല്ല, നമുക്ക് എക്സ്റേയിലുള്ള വ്യത്യാസങ്ങൾ കൊണ്ടും തേയ്മാനത്തിന് പല ഗ്രേഡായിട്ട് മാറ്റും. അപ്പോൾ നമുക്കൊരു 4 തരം ഗ്രേഡ് ഉണ്ട്, 1 തൊട്ട് 4 വരെ ഉണ്ട്. അപ്പോൾ അത് 4ആണ് ഏറ്റവും മോശമായിട്ടുള്ളത്. 1 വളരെ തുടക്കത്തിലാണ്, 1ഉം 2ഉം ഒക്കെ തുടക്കമാണ്. 3ഉം 4ഉം ഒക്കെ ആകുമ്പോഴേക്കും കുറച്ചുകൂടി പ്രോഗ്രസ് ചെയ്തിട്ടുണ്ടാവും. അസ്ഥികളുടെ ആ തരുണാസ്ഥി 4ഒക്കെ ആകുമ്പോൾ പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ 1ലും 2ലും ചെയ്യുന്ന ചികിത്സാ രീതി വളരെ സിമ്പിളായിട്ടുള്ള ചികിത്സാ രീതികളാണ്. അപ്പോൾ ആ സ്റ്റേജിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഡോക്ടറെ കാണിക്കുകയാണെങ്കിൽ നമുക്ക് ആ ലെവലിൽ ചികിത്സിച്ച് നല്ല രീതിയിൽ ഭേദമാക്കാനും തേയ്മാനത്തിന് പ്രോഗ്രഷൻ കുറയ്ക്കാനും പറ്റും. പക്ഷേ ഒരു 3ഉം 4ഉം ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഓപ്പറേഷനിലോട്ടൊക്കെ പോകേണ്ടി വരും. നമുക്കിപ്പോൾ ഉള്ളത് ചികിത്സാ രീതികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആരംഭത്തിലാണെങ്കിൽ നമുക്ക് ചെറിയ ആൻറ്റി ഇൻഫ്ലമേറ്ററി, അതായത് നീര് കുറയ്ക്കുന്ന ഗുളികകളും
റെസ്റ്റ്, ഫിസിയോതെറാപ്പി, പിന്നെ മസിൽ പേശികളുടെയൊക്കെ ഒരു എക്സസൈസുകളും, പിന്നെ ഈ പറഞ്ഞ ഓസ്റ്റിയോപൊറോസിസിൻ്റെ ചികിത്സ, ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്ത ഒരു ചികിത്സയാണ് നമുക്ക് ആദ്യത്തെ 1-2 സ്റ്റേജിൽ ചെയ്യാനുള്ളത്. പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു PRP ചികിത്സയുണ്ട്. അത് പ്ലാസ്മ എന്ന് പറഞ്ഞ ചികിത്സ. അത് നമുക്ക് എടുത്താൽ ഈ പോയ തരുണാസ്ഥി കുറച്ചുകൂടി വളർത്തിയെടുക്കാൻ പറ്റും നമുക്ക് മുട്ടിനകത്ത്. അതിൻ്റെ പ്രവർത്തനം മുട്ടിൻ്റെ അതനുസരിച്ച് നമുക്ക് ഭേദമാക്കാൻ പറ്റും. പക്ഷേ ഒരു 3-ാമത്തെയും 4-ാമത്തെയും സ്റ്റേജൊക്കെ ആകുമ്പോഴേക്കും പല രീതിയിലെ ഓപ്പറേഷനുകളുണ്ട്. കീ ഹോൾ ഓപ്പറേഷനുകളുണ്ട്, ചില മരുന്ന് കുത്തിവെക്കുന്ന ഓപ്പറേഷനുകളുണ്ട്, വേറെ ചില അസ്ഥികളുടെ വെളിയിൽ വെച്ചിട്ട് ഓസ്റ്റിയോട്ടമി പറയും, കാലിൻ്റെ വളവ് വരുമ്പോൾ അതിന് നേരെയാക്കാനുള്ള ഓപ്പറേഷൻ. പിന്നെ ഏറ്റവും അവസാനമായിട്ട് പറയുന്നത് നമ്മൾ മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ്. ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ഭാഗമായിട്ട് മാറ്റിക്കണം, യൂണിക്കോണ്ടൈലർ ആർത്രോപ്ലാസ്റ്റി എന്ന് പറയും. ഒരു ഭാഗം മാത്രമായിട്ട് മാറ്റിക്കണം, ഓർ മൊത്തമായിട്ട് മാറ്റിക്കണം. അതിനെ പറയുന്നത് ടോട്ടൽ നീ ആർത്രോപ്ലാസ്റ്റി എന്ന് പറയും. ഇതാണ് ഒരു എൻഡ് സ്റ്റേജ്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ആദ്യം നമുക്ക് ഇനീഷ്യലി കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ, ഇപ്പോൾ ആരംഭ സ്റ്റേജിലൊക്കെ ആണെങ്കിൽ, 1-2 സ്റ്റേജിലൊക്കെ ആണെങ്കിൽ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിൻ്റെ അനുസരിച്ചിട്ടുള്ള ഒരു ചികിത്സ തരികയാണെങ്കിൽ നമുക്ക് ഈ പ്രോഗ്രഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇതാണ് ചികിത്സാ രീതികൾ, ഇതൊക്കെയാണ്. വ്യക്തമാണ് ഡോക്ടർ. ഇതിൻ്റെ ഒരു മറ്റ് പ്രശ്നങ്ങൾ അതെന്തൊക്കെയാണ്? ഇപ്പോൾ നമുക്ക് നടക്കാൻ പറ്റാതിരിക്കുക, എഴുന്നേൽക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട്, അതുപോലുള്ള മറ്റ് കോംപ്ലിക്കേഷൻസ് അതെന്തൊക്കെയാണ്? ഞാൻ തേയ്മാനത്തിന് ഞാൻ പറഞ്ഞില്ലേ, തേയ്മാനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വേദന മാത്രമേ ഉണ്ടാവാറുള്ളൂ. പക്ഷെ അത് പ്രോഗ്രസ് ചെയ്യും തോറും നമുക്ക് രാവിലെ എണീറ്റ് നടക്കാൻ, നമുക്ക് ഒരു സപ്പോർട്ടില്ലാതെ നടക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അതായത് കാർട്ടിലേജ് അനുസരിച്ച് പോണതനുസരിച്ച്, തരുണാസ്ഥി നഷ്ടപ്പെടുന്നതനുസരിച്ച് മുട്ടിൻ്റെ ഷേപ്പിൽ വ്യത്യാസം വരും, മുട്ട് പ്രയോഗം ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാവും. അങ്ങനെ നടക്കാൻ പറ്റാതാകുമ്പോൾ നമുക്ക് ഒരു കാലിൽ വരുമ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ അറിയാണ്ട് മറ്റേ കാലിൽ വെയിറ്റ് കൊടുക്കും. പിന്നെ ആ കാലും കൂടി ഇതുപോലെ വളഞ്ഞു കൊടുക്കും. ഇതെല്ലാം കഴിയുമ്പോൾ നമുക്ക് നട്ടലിലോട്ട് ഇതിൻ്റെ എഫക്റ്റ് വരും. നമ്മൾ ഈ നടക്കുന്ന രീതി വ്യത്യാസം വരും, നടുവിന് സ്ട്രെയിൻ ആവും, അപ്പോൾ നടുവ് തേയ്മാനം വരും. അങ്ങനെ ഇതൊരു പ്രോഗ്രഷൻ, ഒരു ചെയിൻ റിയാക്ഷൻ പോലെയാണ്. അപ്പോൾ നമുക്ക് മുട്ട് തേയ്മാനത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ചികിത്സിക്കണമെങ്കിൽ നമുക്ക് ആ മുട്ട് മാത്രമല്ല, നമ്മൾ അപ്പുറത്തെ മുട്ട്, ഇടുപ്പ്, നട്ടല്, ഇതെല്ലാം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ആരംഭത്തിൽ തന്നെ ഒരു ഡോക്ടറെ കാണിച്ച് ഇതിൻ്റെ കാറ്റഗറൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് ചികിത്സാ രീതി വളരെ സിമ്പിളാണ്. നമുക്ക് ഈ പ്രോഗ്രഷൻ, അതായത് ഒരു മുട്ടിൻ്റെ തന്നെ മാത്രമല്ല മറ്റേ മുട്ടിൻ്റെയും നട്ടലിൻ്റെയും ഇടുപ്പിൻ്റെയൊക്കെ സന്ധികൾ തേഞ്ഞു പോകാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അപ്പോൾ ആരംഭത്തിൽ തന്നെ ഇങ്ങനെ ഒരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. എല്ലാം നമ്മൾ കുറേ നാളായ മുട്ടുവേദനകൾ പലരും എടുത്തു വെച്ച് പല നാടൻ ചികിത്സകളൊക്കെ ചെയ്ത് ഒരു പരുവാകുമ്പോഴാണ് പല സമയത്തും ഓർത്തോപെഡിഷ്യൻ്റെ അടുത്ത് എത്തുക. ഡോക്ടർ ഒന്ന് ഇടപെടുകയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. കണ്ണൂരിൽ നിന്നും യമുനയാണ്. യമുന ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, എനിക്ക് പിന്നെ 2 മുട്ടിനും തേയ്മാനമുണ്ട്, വേദനയുണ്ട്, മുട്ടിന് ലേശം നീരും വരും. ഞാൻ കുറെ കാലം നാടൻ ചികിത്സ എടുത്തത്, ഇപ്പം പിന്നെ ഞാൻ അതവിടെ നിർത്തിയിട്ടുള്ളത്. അപ്പോഴത്തേക്ക് എനിക്ക് നടക്കാനെല്ലാം വലിയ വിഷമാണ്. ഇടയ്ക്കിടെ കാലിന്റെ പടത്തിന്റെ അടുത്തെല്ലാം നീര് വരും. പിന്നെ ബാക്കിൽ ഡിസ്കിന് 2 തേയ്മാനമുണ്ട്, നട്ടലിന് ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. ഞരമ്പിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. എനിക്ക് യാത്ര ചെയ്യാനൊന്നും കഴിയില്ല. ഇങ്ങനെ ഓട്ടോയിലെല്ലാം യാത്ര ചെയ്തിട്ട് പറഞ്ഞാലെല്ലാം മുട്ട് വീക്കെല്ലാം വരുത്തുന്നുണ്ട്. പിന്നെ അതിനുള്ളൊരു മരുന്ന് വെച്ചിട്ട് ഇംഗ്ലീഷ് ആണോ എടുക്കണ്ടേ അല്ലെങ്കിൽ നാടനാണോ എടുക്കണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷൻ എല്ലാം ഉള്ള. അപ്പൊ അതിനുള്ള ഒരു പരിഹാരം എനിക്ക് പറഞ്ഞു തന്നാൽ മതി. വയസ്സ് എത്രയാണ് രമ്യ? വയസ്സ് 64 ഇപ്പം ഞാൻ ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞല്ലോ ഒരു കാര്യം. അതായത് നമുക്ക് ഈ തേയ്മാനം ആരംഭത്തിലായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ചെറിയ ചികിത്സാ രീതികൾ മതിയായിരുന്നു. പക്ഷെ ഇപ്പോൾ കേട്ടെടുത്തോളം ഇതൊരു ഗ്രേഡ് 3, ഗ്രേഡ് 4 ലെവലിൽ എത്തിക്കഴിഞ്ഞു. അതായത് തേയ്മാനം കുറച്ച് കൂടുതലായി കഴിഞ്ഞു. അതാണ് ഈ തീരെ നടക്കാൻ പറ്റാത്തതും നമുക്ക് യാത്ര പോകാൻ പറ്റാത്തതും ഒക്കെ ബുദ്ധിമുട്ടുകൾ വരുന്നത്. അപ്പോൾ മുട്ടിന് വളവുണ്ടോ അപ്പോൾ രമ്യ? ഇല്ല, വളവൊന്നുമില്ല. അങ്ങനത്തെ യാതൊന്നുമില്ല. നീര് വരും, കാലിന്റെ താഴെ പടത്തിന്റെ ഇടയ്ക്ക് നീര് വരും, നല്ല നീര് വരും. അപ്പോൾ ഇത് മുട്ട് തേയ്മാനം മാത്രം കൊണ്ടല്ല, ഇത് നമുക്ക് കാലിൻ്റെ ഞരമ്പുകളുടെ വ്യത്യാസം കൂടി കൊണ്ടാണ്. ഇപ്പോൾ ഈ എക്സ്റേ എടുത്ത് നമുക്ക് ഏത് സ്റ്റേജിലാണെന്നുള്ള അനുസരിച്ചാണ് നമുക്ക് എപ്പോഴും ചികിത്സയുള്ളത്. ഇപ്പോൾ ഈ കേട്ടെടുത്തോളം ഈ പറഞ്ഞ ഇതിന് കുറച്ച് മുട്ടിനകത്ത് തന്നെ നമുക്ക് ഈ പറഞ്ഞ ഒരു പ്ലാസ്മ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. പ്ലാസ്മ ചികിത്സ, PRP എന്ന് പറയും. PRP ചികിത്സകൾ ഇപ്പോൾ നൂതനമായിട്ട് വന്ന ചികിത്സയാണ്. അപ്പോൾ അതിനെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിച്ച് ഈ പറഞ്ഞ വളവൊന്നും വരാത്ത സ്ഥിതിക്ക് നമുക്ക് കാർട്ടിലേജ് കുറച്ചുകൂടി ഉണ്ടായി വരാനുള്ള ചികിത്സകൾ ചെയ്യാൻ പറ്റും. പക്ഷെ അതിൻ്റെ കൂടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം, ഏറ്റവും അത്യാവശ്യ കാര്യം, ഇപ്പോൾ 60 വയസ്സായ സ്ഥിതിക്ക് നമുക്കൊരു ഓസ്റ്റിയോപൊറോസിസിൻ്റെ ചികിത്സ എടുക്കണം. അതായത് അസ്ഥികളുടെ ബലക്ഷയം വരുന്നതിന് നമുക്ക് അതിൻ്റെതായ നമുക്കൊരു ഡെക്സാ സ്കാൻ എന്ന് പറഞ്ഞ സ്കാനുണ്ട്, അസ്ഥികൾക്ക് എത്ര ബലക്ഷയം എന്ന് അറിയാൻ. അത് ചെയ്തിട്ട് നമുക്ക് അസ്ഥികളുടെ ബലക്ഷയം മാറ്റണം. പിന്നെ ഈ പറഞ്ഞ ഫിസിയോതെറാപ്പി ചെയ്യണം, ഈ പ്ലാസ്മ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം.
പക്ഷേ ഇതൊന്നും പിന്നെ ഈ പറഞ്ഞ മാതിരി ചെയ്ത് നോക്കിയിട്ട് പ്രയോജനമില്ല എന്ന് വെച്ചാൽ പിന്നെയാണ് അടുത്ത നമുക്ക് ഓപ്പറേഷൻ്റെ ചികിത്സകൾ ചെയ്യേണ്ടി വരിക. അത് നമുക്ക് ഈ പറഞ്ഞ മാതിരി ബാക്കി പിന്നെ MRIയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ പിന്നെ ഓപ്പറേഷൻ വേണ്ടി വരുമോ ഇല്ലെന്ന് പറയും. പക്ഷേ ഇപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ പറഞ്ഞ പ്ലാസ്മ ട്രീറ്റ്മെൻറ്റും ഫിസിയോതെറാപ്പിയും പിന്നെ ഓസ്റ്റിയോപൊറോസിൻ്റെ ചികിത്സ ചെയ്താൽ തന്നെ കുറേയൊക്കെ നമ്മുടെ കാര്യങ്ങൾ ശരിയാവും. ഏതെങ്കിലും ഒരു ഓർത്തോപെഡിഷനെ കാണിച്ച് ഈ കാലിൻ്റെ ഇത് കുറച്ചുകൂടി നന്നായിട്ട് അനലൈസ് ചെയ്യുമ്പോൾ അവർ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയും. അപ്പോൾ ഇത് ഫോളോ ചെയ്ത് നമുക്ക് ഈ മുട്ടുമാറ്റിക്കൽ ശസ്ത്രക്രിയയിലോട്ട് പോവാണ്ടിരിക്കാൻ നോക്കാൻ പറ്റും. ഇപ്പം പ്രോബബ്ലി ഇപ്പോൾ 3rd സ്റ്റേജൊക്കെ ആയിട്ടുണ്ടാവില്ല, ഈ വളവാവാത്തതുകൊണ്ട്. 4ാമത്തെ സ്റ്റേജൊക്കെ ആകുമ്പോൾ വളവാകും. 4ാമത്തെ സ്റ്റേജിൽ പിന്നെ വേറെ ഒന്നും ചികിത്സയില്ല, ഓപ്പറേഷൻ മാറ്റിവെക്കൽ മാത്രമേ ഉള്ളൂ. പക്ഷേ അതിന് മുമ്പത്തെ സ്റ്റേജാണ് തോന്നുന്നു. അപ്പോൾ ഈ സമയത്തും കൂടി നമുക്ക് എന്തെങ്കിലും ഒരു വേറെ കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. ഡോക്ടർ, ഈ ഒരു മുട്ട് തേയ്മാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നൂതന ചികിത്സാ മാർഗങ്ങൾ അതെന്തൊക്കെയാണ്? ഞാൻ ഇപ്പോൾ ആദ്യം പറഞ്ഞത് മുട്ട് തേയ്മാനത്തിന് വേറെ പല രീതിയിലുള്ള ചികിത്സ, സാധാരണ ചെയ്യുന്ന ചികിത്സാ രീതികളാണ് ഞാൻ പറഞ്ഞത്. അതായത് ആദ്യം ടാബ്ലറ്റുകൾ, പിന്നെ കുറച്ച് സപ്ലിമെൻറ്റ്സ്, ഫിസിയോതെറാപ്പി, ഓസ്റ്റിയോപൊറോസിസിൻ്റെ ചികിത്സ, അങ്ങനെയുള്ള പലതരം വേദനയുടെ ഇഞ്ചെക്ഷൻ, അങ്ങനെയൊക്കെ വരും. ഇപ്പോൾ പ്ലാസ്മ ട്രീറ്റ്മെൻറ്റാണ് ഇപ്പോൾ കോമൺ ആയിട്ട് ഇപ്പോൾ പുതിയതായിട്ട് ചെയ്യുന്ന കാര്യം, PRP എന്ന് പറയും. അതായത് പ്ലാസ്മ ട്രീറ്റ്മെൻറ്റിൽ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് തന്നെ എടുത്ത് അതിലൊരു മെഷീനിൽ വെച്ച് അതിനെ പ്ലാസ്മ മാത്രമാക്കി മാറ്റി അത് നമുക്ക് തിരിച്ച് മുട്ടിലോട്ട് ഇഞ്ചെക്റ്റ് ചെയ്യണം. അത് 2-3 ഇഞ്ചെക്ഷൻ കുറച്ച് ആഴ്ചകളുടെ ഗ്യാപ്പിൽ നമ്മൾ എടുക്കാറുണ്ട്. അപ്പോൾ അത് പറയുന്നത്, അതായത് നമ്മൾ കാണാറുണ്ട്, അതായത് അതിൽ നമുക്ക് കാർട്ടിലേജ് കുറച്ച് വളർച്ച ഉണ്ടാക്കും, അതിൽ ഈ പറഞ്ഞ മാതിരി കുറച്ച് വന്ന തേയ്മാനങ്ങളൊക്കെ കുറച്ച് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞു. കാരണം അതായത് അതിൽ കുറേ ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് പ്ലേറ്റ്ലെറ്റ് ഡിറൈവ് ഗ്രോത്ത് ഫാക്ടർ, അങ്ങനെ ഇൻസുലിൻ ഗ്രോത്ത് ഫാക്ടർ, ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ, അങ്ങനെ കുറേ ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അത് ഈ അകത്തിലെ തരുണാസ്ഥി വീണ്ടും ഉണ്ടാവാനുള്ള സാധ്യതയും അതുകൊണ്ട് തേയ്മാനം പ്രോഗ്രഷൻ നിർത്താൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ കൂടുതലായിട്ട് ഇപ്പോൾ പുതിയതായിട്ട് ചെയ്യുന്ന അങ്ങനെയുള്ള ചികിത്സാ രീതികളാണ്. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി ഈ പറഞ്ഞ കുറച്ച് ഓപ്പറേഷനുകൾ, ഈ മുട്ടുമാറ്റിക്കലല്ലാത്ത കുറച്ചൊരു ഓപ്പറേഷനുകൾ, അതായത് സന്ധികളിൽ അസ്ഥികളിൽ വളവുണ്ടെങ്കിൽ വളവിനെ മാത്രം നൂർത്തുക. അപ്പോൾ ഈ വെയിറ്റ് ബെയറിങ്, അതായത് വെയിറ്റ് വരുന്ന ഭാഗം മാറി ഒരു വേറെ ഭാഗത്താവും, തേയ്മാനം ഇല്ലാത്ത ഭാഗത്താവും, മറ്റേ സൈഡ് ഡീകംപ്രസ്ഡ് ആവും. അപ്പോൾ കുറച്ചുകൂടി കാലം മുട്ടേനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ മാതിരി മുട്ടിനകത്ത് കീ ഹോൾ ചെയ്തിട്ട് നമുക്ക് വേറെ പല രീതിയിലും ഇഞ്ചെക്റ്റ് ചെയ്യാൻ പറ്റുന്ന പല സാധനങ്ങളുണ്ട്. അതായത് വിസ്കോസിറ്റി കൂട്ടാനുള്ള സാധനങ്ങൾ ഇഞ്ചെക്റ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പോയ തരുണാസ്ഥിയുടെ ഭാഗത്ത് നമുക്ക് കുറച്ച് പുതിയ തരുണാസ്ഥി എടുത്ത് വെക്കാൻ പറ്റും. വേറൊരു സ്ഥലത്ത് വെയിറ്റ് വരാത്തൊരു സ്ഥലത്ത് നിന്ന് എടുത്ത് തിരിച്ച് വെക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ പുതിയ കുറേ പരീക്ഷണങ്ങൾ എല്ലാ സാധനങ്ങളും ഉണ്ട്. അതായത് മീസെൻകൈനൽ സ്റ്റെം സെൽസ് പറയും. അതായത് ഈ തരുണാസ്ഥിയുടെ തന്നെ സ്റ്റെം സെൽസ് ഇഞ്ചെക്റ്റ് ചെയ്യുന്ന പരിപാടിയുണ്ട്. അതായത് കൾച്ചർ പോലെ എടുത്ത് ഉണ്ടാക്കി അതൊരു സിറിഞ്ച് രൂപത്തിലാക്കി അത് നമുക്ക് ഇഞ്ചെക്റ്റ് ചെയ്ത് ഈ ഡിഫക്റ്റ് വന്ന ഭാഗങ്ങളിലൊക്കെ നമുക്ക് കീ ഹോൾ വഴി നോക്കി അതിലോട്ട് ഇഞ്ചെക്റ്റ് ചെയ്ത് വെക്കാനും ആ ഭാഗത്തെ തരുണാസ്ഥി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻകറേജ് ചെയ്യാനുള്ള രീതിയിൽ ചെയ്യാനും പറ്റും. അപ്പോൾ അതൊക്കെയാണ് പുതിയൊരു ചികിത്സാ രീതി. ഇപ്പോൾ മിഷ എന്ന് പറഞ്ഞ ഒരു വേറെ ഒരു US-ലൊരു ചികിത്സാ രീതി വന്നിട്ടുണ്ട്. അതായത് അത് ഒരു ഷോക്ക് അബ്സോർബർ വെക്കുകയാണ് നമുക്ക്. അതായത് നമുക്ക് ഒരു മുട്ടിൻ്റെ മുകളിലും താഴെയായിട്ട് 2 അസ്ഥികളിലും 2 പ്ലേറ്റ് വെച്ച് അതൊരു ഷോക്ക് അബ്സോർബർ വെച്ച് കണക്ട് ചെയ്യും. അപ്പോൾ മുട്ടിൽ ലോഡിങ് മുഴുവൻ ഈ വഴി പോവും. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഓപ്പറേഷനുകൾ കുറേ കൂടി നമുക്ക് നീട്ടി വയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ പലർക്കും ചിലപ്പോൾ ഒഴിവാക്കാൻ തന്നെ പറ്റും. അതാണ് ഇപ്പോഴത്തെ FDA അപ്രൂവ്ഡ് ഒരു പുതിയ ചികിത്സാ രീതി വരുന്നത്. ഇതൊന്നും പറ്റിയിട്ടില്ല, അതൊന്നും വന്നിട്ടില്ല, ഏൽക്കണില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ നമ്മുടെ കൺവെൻഷണൽ ചികിത്സാ രീതികൾ, അതായത് മുട്ട് മാറ്റിവെക്കൽ, ഒന്നെങ്കിൽ ഒരു ഭാഗം മാത്രം, അത് പറഞ്ഞാൽ യൂണിക്കോണ്ടൈലാർ, മൊത്തമായിട്ട് മുട്ട് മാറ്റിവെക്കൽ, അതായത് ടോട്ടൽ നീ ആർത്തോപ്ലാസ്റ്റി, ഇതാണ് പിന്നെ ചെയ്യാനുള്ളത്. പക്ഷേ പല പുതിയ രീതികൾ വന്നിട്ട് ഇപ്പോൾ മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നമുക്ക് കുറേ കൂടി നീട്ടി വയ്ക്കാൻ പറ്റും. കാരണം പലരും വരുന്നത് 40 വയസ്സും അതിൻ്റെ താഴെയിലെ ആൾക്കാരാണ് ഇപ്പോൾ കൂടുതലും പല സമയത്തും വരാറുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്കൊക്കെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം, മുട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു 15 കൊല്ലത്തെ കാലാവധിയൊക്കെ മുട്ടിന് ഉണ്ടാവാറുണ്ട്. അപ്പോൾ വീണ്ടും ഓപ്പറേഷൻ ചെയ്യേണ്ടി വരാറുണ്ട്. അതേസമയത്ത് ഒരു 60 വയസ്സായ ആൾക്ക് ചെയ്യുമ്പോൾ അത്രയും ഒരു ആവശ്യം വരാറില്ല. അപ്പോൾ നമുക്ക് യങ്ങർ ആൾക്കാർ 50 വയസ്സിന് താഴെയും 40 വയസ്സിൻ്റെ അടുത്തൊക്കെ ഉള്ള ആൾക്കാർക്ക് നമുക്ക് കുറേ വേറെ ഓൾട്ടർനേറ്റീവ് ചികിത്സാ രീതികളുണ്ട്, അത് നമുക്ക് പ്രയോഗിക്കാൻ പറ്റും. പക്ഷേ ഈ ഗ്രേഡ് 4 ഒക്കെ ആയിക്കഴിഞ്ഞാൽ, അതായത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഏറ്റവും അവസാനത്തെ സ്റ്റേജ് തേയ്മാനമാണെങ്കിൽ നമുക്ക് ഓപ്പറേഷൻ തന്നെ മാർഗമുള്ളൂ. വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ ഇപ്പോൾ മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെ പറ്റിയാണ് സംസാരിച്ചത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ കൂടി ഒന്ന് സംസാരിക്കാൻ പറ്റുമോ? ഏത് സാഹചര്യത്തിലാണ് ഈ ഒരു നമ്മൾ തേയ്മാനം വന്ന ഏതൊരു സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു ശസ്ത്രക്രിയയിലേക്ക് കടക്കുന്നത്? ഞാൻ ആദ്യം പറഞ്ഞ പോലെ മുട്ട് നമ്മൾ തേയ്മാനം നമുക്ക് കാറ്റഗറൈസ് ചെയ്യുന്ന 1, 2, 3, 4 എന്ന് വെച്ചിട്ടുള്ള കാറ്റഗറി വെച്ചിട്ടാണ്.
ഈ 4ാമത്തെ സ്റ്റേജിലാണ് നമുക്ക് ഈ മുട്ട് മാറ്റിവെക്കുന്ന അവസ്ഥ വരുന്നത്. അത് പല സമയത്തും നമുക്ക് ഈ സാധാരണ വരുന്ന പ്രായം ചെന്ന ആൾക്കാർക്ക് അതല്ലെങ്കിൽ സ്ത്രീകൾക്ക് പല ഹോർമോൺ പ്രശ്നങ്ങളില്ലവർക്കും ഒക്കെയാണ് വരാറ്. പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല കുറേ കൂടി യങ്ങർ ആൾക്കാർക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പുതിയ പുതിയ അതിൽ ഇന്നോവേഷൻസ് വരുന്നുണ്ട്. അതായത് മുട്ട് മാറ്റി വെച്ചാലും അത് കുറേ നാൾ ലാസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഇംപ്ലാന്റുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് വെക്കുമ്പോൾ കുറേക്കുള്ള ലാസ്റ്റ് ചെയ്യുക. അതായത് അതിൽ ആക്ച്വലി ചെയ്യണത് നമുക്ക് മുട്ട് തേഞ്ഞു പോയ ഫീമർ ടിബിയ എന്ന് പറഞ്ഞ 2 അസ്ഥികളുടെ ജോയിൻ്റാണ് മുട്ട് നീ ജോയിൻറ്റ്. ഫീമറിനും ടിബിയുടെയും 2 അറ്റം, അതായത് ഫീമറിൻ്റെ താഴത്തെ അറ്റവും ടിബിയുടെ മുകളിലത്തെ അറ്റവും, അതായത് തേഞ്ഞു പോയ ഭാഗം അവിടെയാണ്. അത് മാത്രം മാറ്റി അതിൽ 2 മെറ്റലായിട്ടുള്ള, അതായത് യൂഷ്വലി അതൊരു കോബാൾട്ട് ക്രോം അലോയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതും പിന്നെ ഇടയ്ക്കൊരു പോളിയെത്തിലീൻ എന്ന് പറഞ്ഞ ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് സാധനമാണ് 2ൻ്റെയും ഇടയ്ക്ക് വെച്ച്. ആ 2ലാണ് മുട്ട് മൂവ് ചെയ്യുന്നത്. പല സമയത്തും പക്ഷേ പല ആൾക്കാർക്ക് ചില ഡിഫക്റ്റുകളും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കുറച്ചുകൂടി അകത്തോട്ട് അസ്ഥിയിലോട് അകത്തോട്ട് കുറച്ച് സ്റ്റെം എന്ന് പറഞ്ഞ സാധനം, വേറെ കുറച്ച് വെഡ്ജ് എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. മുട്ട് മാറ്റി വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തമായിട്ടുള്ള അസ്ഥികൾ മാറ്റുകയല്ല, ഈ തേഞ്ഞു പോയ ഭാഗങ്ങൾ മാത്രം മാറ്റി വയ്ക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്ലാസ്റ്റിക് പോലുള്ള സാധനം, അതായത് സാധാരണ പ്ലാസ്റ്റിക് അല്ല, ഹൈലി ക്രോസ് ലിങ്ക് പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ പല നമ്മുടെ ലോഡിങ്ങും ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഇതാണ്. നമ്മൾ നടക്കുമ്പോൾ അതിൻ്റെ ഒരു ഷോക്ക് അബ്സോർവറും ലോഡിങ്ങും എല്ലാം കൂടി എടുത്ത് നമുക്ക് മുട്ട് സ്മൂത്തായിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന അതാണ് ഈ സർജറിയുടെ മെയിൻ കാര്യം. ഇതാണ് നമ്മുടെ മുട്ട് മാറ്റി വയ്ക്കുന്ന സർജറി എന്ന് പറയുന്നത്. ഇതാണ് ചെയ്യണത് നമുക്ക്. അപ്പോൾ അത് തന്നെ ഞാൻ പറഞ്ഞില്ല, പലതരം പിന്നെ അലോയ്സും പുതിയ തരം മെറ്റലും ഒക്കെ വന്ന് സിർക്കോണിയം എന്നൊക്കെ പറഞ്ഞ മെറ്റൽ വന്നിട്ടുണ്ട്. അത് നമുക്ക് കുറേ കൂടി നാൾ മുട്ട് ലാസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഈ പ്രായം കുറഞ്ഞവർക്ക് ചെയ്താൽ പോലും കുറേ നാൾ ലാസ്റ്റ് ചെയ്യുമെങ്കിൽ അത് ഉപയോഗിക്കുകയാണ് കുറച്ചുകൂടി നല്ലത്. വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ, ഈ ഒരു മുട്ട് തേയ്മാനം എങ്ങനെ നമുക്ക് വരാതെ നോക്കാൻ പറ്റും? അതുപോലെ തന്നെ മുട്ട് തേയ്മാനം വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ കൂടാതെ നോക്കാൻ പറ്റും? ഞാൻ ആദ്യം പറഞ്ഞ പോലെ മുട്ട് തേയ്മാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും തേയ്മാനത്തിലോട്ട് നമ്മൾ എന്തായാലും എത്തും. പക്ഷേ അതൊരു രോഗാവസ്ഥയാവാണ്ടിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ പോലെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് തിങ് നമ്മുടെ ജീവിതശൈലി. അതായത് നമ്മൾ കുറേ നേരം ഇരിക്കുന്ന ആളാണെങ്കിൽ നമ്മൾ ആ ഇടയ്ക്ക് എണീറ്റ് നടക്കുക, നമുക്ക് റെഗുലറായിട്ട് ഒരു എക്സസൈസ് ഷെഡ്യൂൾ വെക്കുക, നമ്മൾ വെയിറ്റ് കൂടാതെ നോക്കുക, അമിത ഭാരം വരാണ്ട് നോക്കുക, അസ്ഥികൾക്ക് ബലക്ഷയം വരാണ്ട് നോക്കുക, അഡിക്ഷൻസ് സ്മോക്കിംഗ്, ആൽക്കഹോൾ, ഇതൊക്കെയാണ് അഡിക്ഷൻസ് നമുക്ക് കൂടുതലായിട്ട് അസ്ഥികളുടെ ബലക്ഷയം ഉണ്ടാക്കണം. അപ്പോൾ ഇതെല്ലാം ഇതുണ്ട്. അതിൻ്റെ കൂടെ എൻഡോക്രൈൻ പ്രോബ്ലം ഇല്ല, തൈറോയിഡിൻ്റെ പ്രശ്നമില്ലവർ, അല്ലെങ്കിൽ വേറെ ഹോർമോൺ പ്രശ്നങ്ങളില്ലവരൊക്കെ കറക്റ്റായിട്ടുള്ള ആ ചികിത്സ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ തേയ്മാനം നമ്മളെ ഒരു രോഗാവസ്ഥയിലോട്ട് നയിക്കാതിരിക്കും. നമുക്ക് വരുന്ന തേയ്മാനം തന്നെ നമുക്ക് കൺട്രോൾ ചെയ്ത് നമുക്ക് നമ്മുടേതായ പേശികളുടെ ബലം കൊണ്ട് തന്നെ നമുക്ക് പ്രശ്നമില്ലാതെ പോകാൻ വഴി. പക്ഷേ അതൊരു രോഗാവസ്ഥയിലോട്ട് എത്തുന്നത് നമുക്ക് ഈ പറഞ്ഞ ഒരു സാധാരണ ഗതിയിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് വരുന്നത്. അതാണ് ഈ പറഞ്ഞ നമുക്കൊരു പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രോഗ അവസ്ഥയാണ് ഈ മുട്ട് തേയ്മാനത്തിൻ്റെ കുറേ കാര്യങ്ങൾ. പൂർണ്ണമായിട്ട് പക്ഷേ നമുക്ക് മാറ്റാൻ പറ്റില്ല. കാരണം നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റേജിൽ നമ്മുടെ ഏജിങ് പ്രോസസ്സിൻ്റെ പാർട്ടാണ്. ഇപ്പോൾ പല ആൾക്കാരും പ്രായം കൂടി വരികയാണ്. നമ്മൾ മരണത്തിൻ്റെ പണ്ടൊക്കെ ആണെങ്കിൽ 50 വയസ്സിനുള്ളിൽ വരുമ്പോൾ അത്രയും തേയ്മാനത്തിൻ്റെ ഇൻസിഡൻസ് കുറവാണ്. ഇപ്പോൾ എല്ലാവരും 70, 80 വയസ്സിന് മേലെ പോകണമുണ്ട്. മുട്ട് തേയ്മാനം എന്തായാലും വന്നിരിക്കും. വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ, ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. കോഴിക്കോട് നിന്നും ഹേമയാണ്. ഹേമ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. ഹലോ, പറഞ്ഞോളൂ. കാലില് കുറേ കൊല്ലങ്ങളായി ഇപ്പൊ തേയ്മാനത്തിന്റെ തകരാറ്. തേയ്മാനമാണ്. എന്താ ബുദ്ധിമുട്ട് എന്താണ് ശരിക്കും? ഇപ്പൊ കൂടുതലൊന്നുമില്ല. ഞാൻ നടക്കുമ്പോ ഒരു വിലക്കുറവും പിന്നെ ഇങ്ങനെ മാളിപ്പോ രാവിലെയൊക്കെ എണീക്കുമ്പോ മുട്ടിനുള്ള തകരാറിന് ഒരു മുട്ടിന്റെ ഉള്ളിൽ നിന്ന് ഒരു എരിച്ചല് വരിക. തേയ്മാനം തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ചികിത്സ നമുക്കിപ്പോൾ വേറെ വലിയ വേദന ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ഒരു വേറെ ഓപ്പറേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി നമുക്ക് ബാക്കി ചികിത്സാ രീതിയിലോട്ട് പോകാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഞാൻ പറഞ്ഞ മാതിരി അസ്ഥികളുടെ ബലക്ഷയം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കണം. അതായത് ഓസ്റ്റിയോപൊറോസിസ്, അസ്ഥിക്ക് ബലക്ഷയം ഉണ്ടാവണ ഇതുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെതായ ചികിത്സ എടുക്കണം. പിന്നെ ബാക്കി ചെയ്യാനുള്ള ഫിസിയോതെറാപ്പി പോലെ ആ മസിലിൻ്റെയൊക്കെ ബലം കൂട്ടിക്കഴിഞ്ഞാൽ ഇപ്പോഴില്ലേ ബുദ്ധിമുട്ട് കൂടാതെ ഇരിക്കാം നമുക്ക്. പിന്നെ വേദനകളും എല്ലാം കുറഞ്ഞിരിക്കും നമ്മുടെ ചുറ്റുമുള്ള മസിലിനെ. ഇപ്പോൾ ഫിസിയോതെറാപ്പി ആദ്യം ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ട് തുടയുടെയും മുട്ടിൻ്റെ പുറകിലുള്ള മസിലിൻ്റെയും ഒക്കെ ബലം കൂട്ടണം. അത് കൂടാതെ നമ്മൾ സ്വന്തമായിട്ട് തന്നെ കുറച്ച് വ്യായാമങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അത് കൃത്യമായിട്ട് അവർ പറഞ്ഞു തരും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കാര്യങ്ങൾ ഒഴിവാക്കേണ്ടി വരും. നമ്മൾ ഈ താഴെ ഇരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒഴിവാക്കേണ്ടി വരും. താഴെ ഇരിക്കുന്ന ക്ലോസറ്റോ
താഴെ ഇരിക്കാനുള്ള ഇതും ചെറിയ സ്റ്റൂളുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കേണ്ടി വരും. നമ്മൾ കുറച്ചുകൂടി ഹൈ ആയിട്ട് ഇരിക്കണം, മുട്ട അധികം മടങ്ങാത്ത രീതിയിൽ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, സ്റ്റെപ്പുകളും കയറ്റമൊക്കെ ഒന്ന് ഒഴിവാക്കുക. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഇപ്പോഴില്ല തേയ്മാനത്തിന് കൂടാതിരിക്കും, അതുകൊണ്ട് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും കുറഞ്ഞിരിക്കും. ഇപ്പോൾ ഓപ്പറേഷൻ്റെ കാര്യം തോന്നുന്നില്ല, ഇപ്പോൾ ബാക്കി ചികിത്സാ രീതികളും മതിയായിരിക്കും. ഡോക്ടർ, നമ്മൾ ഈ ഒരു ചികിത്സാ മാർഗം കഴിഞ്ഞു, മറ്റ് ഓപ്പറേഷനോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ചികിത്സയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതെന്തൊക്കെയാണ്? ഈ മുട്ട് മാറ്റി വെച്ച ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കാര്യങ്ങൾ നമുക്കിപ്പോൾ വേദനയാണ് നമ്മുടെ പ്രൈം കൺസേൺ. വേദന മാറുക എന്ന് മാത്രമാണ് നമ്മുടെ പ്രൈം കൺസേൺ. പക്ഷേ ആ വേദന മാറുന്ന അല്ലാതെ നമുക്ക് കുറച്ച് പലരും വിചാരിക്കും ഓപ്പറേഷൻ കഴിഞ്ഞാൽ നമ്മൾ പഴയ 18 വയസ്സിലെ ആ മൂവ്മെൻ്റ് എല്ലാം കിട്ടും പറ്റും എന്നൊക്കെ പറയും. നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് ഇപ്പം നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്യുന്ന റോബോട്ടിക് സർജറി ചെയ്താലും നമുക്ക് കുറേ കാര്യങ്ങൾ മുട്ട് പഴയ പോലെ താഴെ ഇരുന്നിട്ടുള്ള മുട്ട് കുത്തിയിരിക്കുക, ഇന്ത്യൻ ക്ലോസറ്റ് ഉപയോഗിക്കുക, പിന്നെ കുറേ ദൂരം സ്റ്റെപ്പ് കയറുക, ഒരുമിച്ച് കുറേ സ്റ്റെപ്പ് കയറുക, പിന്നെ ഈ പറഞ്ഞ ഭയങ്കരമായിട്ടുള്ള സ്പോർട്സ് ആക്ടിവിറ്റികൾ ചെയ്യുക, ഭയങ്കര എക്സസീവ് ആക്ടിവിറ്റികൾ ചെയ്യുക. ചിലവർ ഭയങ്കരമായിട്ട് ഈ ഹെവി ലോഡ് എടുക്കുന്ന ആൾക്കാരുണ്ട്, അവർക്ക് ആ ഹെവി ആക്ടിവിറ്റി ചെയ്യുക, ഇതൊക്കെ നമുക്ക് പാടായിരിക്കും. കാരണം ചെയ്യാൻ പറ്റും, പക്ഷെ നമ്മുടെ ഈ മുട്ട് വെച്ചിരിക്കുന്ന മുട്ടിൻ്റെ ആ ഒരു അത് നമുക്ക് ലാസ്റ്റ് ചെയ്യില്ല. അത് കുറച്ച് അതിൽ തന്നെ തേയ്മാനം വരും. അപ്പോൾ അത് തേയ്മാനം വന്നാൽ പിന്നെ അടുത്തൊരു സർജറിക്ക് വേണ്ടി നമുക്ക് റെഡി ആവേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ നമ്മൾ ഈ മുട്ട് തേയ്മാനം ഓപ്പറേഷൻ കഴിഞ്ഞാലും നമുക്ക് വേദന മാറും, പക്ഷേ നമ്മൾ കുറച്ച് ആക്ടിവിറ്റീസ് നമുക്ക് ലിമിറ്റ് ചെയ്യേണ്ടി വരും. അതായത് ഈ സ്റ്റെപ്പ് കയറുന്നതും ഈ താഴെ ഇരിക്കണം, മുട്ട് മടക്കിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒക്കെ ഒഴിവാക്കേണ്ടി വരും. പിന്നെ ഹെവി ആക്ടിവിറ്റീസും ഈ പറഞ്ഞ മാതിരി ഇപ്പോൾ ഒരു നല്ലൊരു ഹെഡ് ലോഡ് വർക്കറൊക്കെ ആണെങ്കിൽ പുള്ളിക്ക് ജോലി മാറ്റി ചെയ്യേണ്ടി വരും. അപ്പോൾ അത് മുട്ട് മാറ്റിയെങ്കിൽ ഒരു എല്ലാത്തിൻ്റെയും ഒരു സൊല്യൂഷൻ അല്ല, പക്ഷേ നമ്മുടെ ജീവിത രീതി കുറച്ചുകൂടി ഇപ്പോൾ കിടപ്പുവായോ അല്ലെങ്കിൽ തീരെ നടക്കാൻ പറ്റാത്ത ആൾക്കാരെ കാട്ടിലും കുറച്ച് നമ്മൾ എന്തായാലും ബെറ്റർ ആയിട്ട് നമുക്ക് നടക്കാനും വേദനയില്ലാതെ ചെയ്യാനും പറ്റും. പക്ഷേ നമ്മുടെ കുറച്ച് ജീവിത രീതികൾ ഒന്ന് മോഡിഫൈ ചെയ്യേണ്ടി വരും. വ്യക്തമാണ് ഡോക്ടർ. നൂതന ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്, മുട്ട് തേയ്മാനത്തിനുള്ളത്. അത് നമ്മളോടൊപ്പം ഇതിൽ പങ്കെടുത്തിട്ടുള്ളത് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ഓർത്തോപീഡിക്സ് വിഭാഗം പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ ആർ സുധീറാണ്. ഡോക്ടർ നന്ദി. ഹലോ ഡോക്ടറിൻ്റെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്.